പാടാൻ നമുക്ക് പാടാം ഇൻ അസോസിയേഷൻ വിത്ത് ഡാൻസ് ആൻഡ് ബീറ്റ്സ്. പാടാൻ നമുക്ക് പാടാമിലെ നെക്സ്റ്റ് പെർഫോമർ ആണ് മേരി റൊസാട്ട. ഹായ്, എൻ്റെ പേര് മേരി റൊസാട്ട. ഞാനിവിടെ ഷാർജയിലെ ഗൾഫ് ഏഷ്യൻ ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് പാട്ട് ഇഷ്ടമാണ്, ഡ്രോയിങ് ഇഷ്ടമാണ്, ഡാൻസിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. നീലമാലാകെ നിൻ മൗനമുള്ളാകെ ഒരു തുലാമഴയായി ചാറുന്നു പെയ്തു തീരാതെ കാലമോരോന്നും പടിചാരെ മാഞ്ഞാലും മതിവരാമനമായി ഞാനെന്നും കാത്തു നിൽക്കുന്നു. ഇതാണ് എൻ്റെ അപ്പ ജോബി എന്നാണ് പേര്. ഇതാണ് എൻ്റെ അമ്മ റസി എന്നാണ് പേര്. ഇതെൻ്റെ സെക്കൻഡ് ബ്രദറാണ്, അലൻ എന്നാണ് പേര്. എനിക്കൊരു ഒരു ബ്രദറും കൂടി ഉണ്ട്. ആ ചേട്ടൻ്റെ പേര് ഏബൽ എന്നും കൂടിയാണ്. മോള് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൾക്ക് പാട്ടിനോടൊരു വാസനയുണ്ടെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അവൾ ഏത് പാട്ട് കേട്ടാലും അത് പഠിച്ച് പാടാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അങ്ങനെ പിന്നെ അവൾ ഇത് പാടിയൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ അവളെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ഒരു വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട് അവൾ. അപ്പോൾ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യുക. നാട്ടിൽ തൃശ്ശൂരാണ് നമ്മുടെ സ്ഥലം. നാട്ടിലെ നമ്മുടെ ഫാമിലിയുള്ള എല്ലാവരും ഒരുവിധം എല്ലാവരും ഇവിടെ തന്നെയാണ്, ഷാർജയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ താഴെയുള്ള പെങ്ങൾ മാത്രമേ ഉള്ളൂ ഫാമിലിയും അവിടെയുള്ളത്. ബാക്കി ചേച്ചിമാരും അനിയനൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത് ഫാമിലിയായിട്ട്. അമ്മയും ഇവിടെയാണ് താമസിക്കുന്നത്. മോള് പാട്ട് പാടുന്നതിൽ സെലക്ട് ആയാലും സന്തോഷമുണ്ട്. അവൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാലമോരോന്നും പഠിച്ചാരെ മാഞ്ഞാലും മതിവരാമനമായി ഞാനെന്നും കാത്തു നിൽക്കുന്നു. മേരി, വെൽക്കം ടു ദ സ്റ്റേജ്. ഹായ് മേരി. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ചെറുതായിട്ട് ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. പക്ഷെ എന്നാലും നന്നായിട്ട് പാടും. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഗൾഫ് ഏഷ്യൻ. അതിൻ്റെ മോം മേരിയാണ് നെക്സ്റ്റ് പെർഫോമർ ആയിട്ട് വരുന്നത്. ഹായ് മേരി. ഹായ്, ഹൗ ആർ യു? ഫൈൻ. ഓക്കെ, ടെൻഷനൊന്നും ഇല്ലല്ലോ? ഫുൾ കൂളാണ് അല്ലേ? ഇത്തിരി. ഓക്കെ. പിന്നെ മോള് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ൽ. കണ്ണാന്തുമ്പിയല്ലേ പാടുന്നത്? എന്തുകൊണ്ടാണ് ഈ പാട്ട് തന്നെ തിരഞ്ഞെടുത്തത്? എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും കേൾക്കാറുള്ളതാണ്. എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ? ശരിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ടിന് ഭയങ്കര ഒരു മധുരമുണ്ട്. എപ്പോഴും നമ്മൾ ഈ ഏജിൽ പോലും നമ്മളെ പോലും സഹോദരങ്ങളെ ഓർത്തു പോകും. അങ്ങനെ ഒരു പാട്ടാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായി പാടും കേട്ടോ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. വെള്ളാങ്കല്ലിൻ ചില്ലും കൂടുന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും. എന്തേ പോരാത്തു വാവേ വാവാച്ചി, കുന്നിക്കൊരു കുത്തി നുള്ളിപ്പറിച്ചിട്ട് പിന്നെ കൊരുത്തൊരു മാല തീർക്കാം. തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാനെ കൊണ്ടുതരാൻ ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ദിത്തേ ദിത്തേ നൃത്തം വയ്ക്കും പൂന്തെന്നൽ, മുത്തം വയ്ക്കാനെത്തുന്നുണ്ടേ പല്ലക്കിൽ. എന്ത്
തുള്ളാത്തു വാവേ വാവാച്ചി. തുമ്പക്കൂടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളം കാറ്റിന്റെ കൂട്ടുകാരി, മിന്നിത്തിളങ്ങുമിൻ പൊന്നിൻ കിനാക്കൾക്ക് നിന്നെയാണോ മനേറെ ഇഷ്ടം. ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. ഹായ് മേരി, ഹായ്. ഈ പാട്ട് കേൾക്കുമ്പോഴേ ഇപ്പം ആൻറ്റി പോലൊക്കെ 80s 90s ഉള്ളവർക്ക്, കണ്ണാന്തുമ്പിമാരായിട്ട് അനിയത്തിമാരൊക്കെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാർട്ട് ടച്ചിങ് ഉള്ള പാട്ടാണ്. മോള് നന്നായിട്ട് പാടി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. മേരി മോളെ നന്നായി തന്നെ പാടി, നല്ല ഫീല്, നന്നായി ആസ്വദിച്ചു. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ പാട്ടിൻ്റെ എന്താണ് നന്നായി ഫീൽ ചെയ്യാൻ പറ്റുന്നു മോളുടെ പാട്ടിലൂടെ. പേരെന്തായിരുന്നു? മേരി. മേരി മേരി. പിന്നെ ഒരു റോസിറ്റ. റോസിറ്റ. ആ, ഞാൻ മേരി റോസാന്ന് വിചാരിച്ചു. പക്ഷേ റോസ് പൂമാരി തന്നെയാണ് ഇന്ന് പാടി വെച്ചതൊക്കെ. അടിപൊളി, നല്ല ഭംഗിയല്ലായിരുന്നു, കാണാനും ഭംഗിയാണ്. പിന്നെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോൾക്ക് നല്ല വോയിസ് ഉണ്ട് കേട്ടോ, നല്ല ശബ്ദമാണ്. അത് കുറച്ചും കൂടി ഓപ്പണായിട്ട് നമ്മൾ പാടണം, അപ്പോൾ കുറച്ചും കൂടി നല്ല ക്ലാരിറ്റിയിൽ വന്നോളൂ. അപ്പോൾ സാറ് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മോൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയും നല്ല വോയിസാണ്, അതങ്ങനെ ഓപ്പണായിട്ട് പാടിയ കേൾക്കാൻ ഇതുങ്ങാറ്റും സൂത്തിങ് ആയിരിക്കും. ഓക്കെ. പിന്നെ ആ ബ്രീത്ത് കട്ട് ചെയ്തത് അത് ശരിക്കും അറിയണ്ടായിരുന്നു അവിടെ. എനിക്ക് തോന്നിയിട്ടില്ല ബ്രീത്തിങ് കൺട്രോൾ ഇല്ലയെന്ന്. അത് അങ്ങനെ അങ്ങ് പാടി പഠിച്ചതുകൊണ്ടാണ്. ഇനി ചെയ്യുമ്പോൾ ബ്രീത്തിങ് ടെക്നിക്കും ആ പാട്ട് പാടിക്കണതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചോളാം. നന്നായി തന്നെ മോള് പാടി പെർഫോം ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു മാർക്ക് എന്ന് പറയുന്നത് 46 ആണ്. ഓക്കെ, ഹാപ്പിയാണോ? ഹാപ്പി. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ സാറൊരു 43 തരാം. 44 ആണ് ടീച്ചർ മോൾക്ക് മാർക്ക് തന്നിരിക്കണം കേട്ടോ. ഓക്കെ. Co-sponsors: Ambadi Restaurant, Vinmosa Travels, Sweet Basket, Happy Baby Mobiles, Eversafe Group of Companies and Intellectual Education Center. Supporting sponsors: Iris Imaging and Diagnostic Center, Alia Kids Entertainment Center, Defender Security Service, Sikine Innovation based on quality and NK Group.